വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് കണക്കുകൾ ഒന്നുകൂടി പരിശോധിക്കുമെന്ന് UDF. ഇലക്ഷൻ കമ്മീഷന് റിപ്പോർട്ടുകൾ നൽകും. വയനാട് പോളിംഗ് ശതമാനം 65% താഴെയാണെന്ന് കണക്കുകൾ. കൃത്യമായ കണക്കുകൾ ഇതുവരെ വന്നിട്ടില്ല. പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ വയനാട് എന്താണ് സംഭവിച്ചത് എന്നതിൽ മണ്ഡലങ്ങളിലെ നേതാക്കളുമായി ചർച്ച ചെയ്ത് റിപ്പോർട്ടുകൾ അന്വേഷണത്തിന് നൽകുമെന്നും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ AICC അന്വേഷിക്കുമെന്നും KC വേണുഗോപാൽ. ഔദ്യോഗിക കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാലും വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വിജയം സുനിശ്ചിതമെന്നും പാർട്ടി. ഇന്നലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിയോടെ കഴിഞ്ഞിരുന്നു. വോട്ടിംഗ് മെഷീനിലെ തകരാറ് മൂലം ചിലയിടങ്ങളിൽ വോട്ടിംഗ് വൈകിയിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച വയനാട്ടിൽ 16 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 16.71% വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. 2.34 ലക്ഷം വോട്ടർമാരുള്ള വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും അധികം വോട്ടർമാർ. ചേലക്കരയിൽ രമ്യ ഹരിദാസും UR പ്രദീപും K ബാലകൃഷ്ണനും ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. 2.13 ലക്ഷം വോട്ടർമാർ ജനവിധിയിൽ പങ്കാളിയായി.